ഭീംസിംഗ്, രാവിലെ തന്നെ കായ്കറികൾ വാങ്ങുന്നതിന്റെ ഒരു സുഖം ഒന്ന് വേറെയാ. രാവിലെ പാട്ട് പാടുന്നത് നല്ലതാ, അറിയാമോ? എന്റെ പൊന്നു നാനാജി, ഒന്ന് നിർത്ത്. ഈ പാട്ടൊന്ന് നിർത്താമോ? നാനാജി, ഈ പാട്ടൊന്ന് നിർത്ത്. എന്റെ സകല സാധനങ്ങളും താഴെ വീണോണ്ടിരിക്കുക, എല്ലാം നശിച്ചു പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അതിന്റെ പണം തരേണ്ടി വരും കേട്ടോ. ഒന്ന് നിർത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ആരും നമുക്ക് പച്ചക്കറി തരില്ല. ഓക്കേ ഓക്കേ, ഇന്നത്തെ കാലത്ത് ആർക്കും സംഗീതത്തിൽ ഒരു അഭിരുചിയുമില്ല. നാനാജി, നിങ്ങളുടെ വണ്ടി അതാ, ആരോ കൊണ്ടുപോകുന്നു. അവിടെ നിൽക്കേ, കാറെങ്ങോട്ടേ കൊണ്ടുപോകണത്? എന്റെ കാർ? ഹലോ ശിവ, ഇപ്പൊ തന്റെ മാർക്കറ്റിൽ വെച്ച് എന്റെ കാർ ടോ ചെയ്ത് കൊണ്ടുപോയി. ഓക്കെ മുത്തശ്ശ, ഞാൻ നോക്കിക്കോളാം. രവ, അത് യുഡി, പുറകെ വരൂ. മുത്തശ്ശന്റെ കാറ് ടോ ചെയ്തിരിക്കുന്നത്രേ. ഓക്കെ ശിവ. സർ, എന്റെ മുത്തശ്ശന്റെ കാറ് ടോ ചെയ്തിരിക്കുന്നു. അതിപ്പോ എവിടെയാ ഉള്ളത്? സോറി ശിവ, ഇന്ന് ഞങ്ങൾ ആരുടെയും കാറുകളെ ടോ ചെയ്തിട്ടില്ല. മാത്രമല്ല ഞങ്ങളുടെ വണ്ടി ഇവിടുന്ന് പോയിട്ടുമില്ല. ഓ നോ, അപ്പൊ ആരോ കാർ മോഷ്ടിച്ചിരിക്കുകയാണ്. താങ്ക് യു സർ. ഹലോ ശിവ, അവിടെ നിന്നേ, ഒരു കാര്യം പറയട്ടെ. രവ, അവര് ഹൈവേയുടെ ഭാഗത്തേക്കാ പോകുന്നത്. ലഡു സിംഗ് സാറിനെ വിവരം അറിയിക്കുക. ഓക്കെ ശിവ. ഹലോ ലഡു സിംഗ് സാർ. എന്ത്? എന്റെ പരിധിയിൽ മോഷണമോ? അതും നമ്മുടെ മുത്തശ്ശന്റെ കാറ് മോഷ്ടിച്ചു കൊണ്ടുപോയിന്നോ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നിട്ട് ആളുകൾ പറയും ഡയലോഗ് തീർന്നു കേട്ടോ. ലഡു സിംഗ് സാറെ പെട്ടെന്ന് ഹൈവേയുടെ ഭാഗത്തേക്ക് പോയിക്കോളൂ. അത്ഭുതം തോന്നുന്നു. ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾക്ക് പോലും എന്റെ ഡയലോഗ് നന്നായിട്ട് അറിയുന്നുണ്ട്. കൊള്ളാം, സന്തോഷം തോന്നുന്നു. ബെഡറാം, കം ഓൺ സ്റ്റാർട്ട്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഏതെങ്കിലും കള്ളൻ മോഷ്ടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ബെഡറാം, എന്റെ ഡയലോഗല്ല സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത്. മോട്ടോർ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനാ നിന്നോട് പറഞ്ഞ. സമയമായി കഴിഞ്ഞ നീ ഒന്ന് വരുന്നുണ്ടോ? എന്താ വരുന്നത് സാർ? ഇരുന്നോളൂ സാർ. മുത്തശ്ശന്റെ കാർ കണ്ടുപിടിച്ചു. വേഗം ആ മലഞ്ചെരുവിന്റെ പാതയിലേക്ക് വരൂ. അങ്കിൾ, വണ്ടി നിർത്തൂ. എന്റെ മുത്തശ്ശന്റെ കാറാണ് നിങ്ങൾ ഈ കൊണ്ടുപോകുന്നത്. അല്ല, നീ എങ്ങനെയാ നിനക്ക് ആകാശത്ത് കൂടെ പറക്കുന്നേ? പോലീസ് വരുന്നുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞോളും. വണ്ടി നിർത്താൻ നോക്കാം. തടയാൻ പറ്റുമെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക്. ചെറുക്ക, നീ എന്തോന്നാണ് ഈ കാട്ടി കൂടുന്നേ? എടാ കുട്ടി, മര്യാദയ്ക്ക് ഇവിടുന്ന് പോവാൻ നോക്ക്. നീ എന്തിനാ നമ്മുടെ പുറകെ വരുന്നേ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
എന്റെ കാർ കിട്ടി. എന്റെ കാർ മോഷ്ടിച്ചവനെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാൽ അവന് ഞാൻ പാട്ട് പാടി പാടി അവനെ ഒരു വഴിക്കാക്കി കൊടുക്കും. ലഡു സിംഗ് സർ, ഇങ്ങനെയുള്ളവര് റോഡിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നോ പാർക്കിംഗ് ബോർഡ് വെക്കുന്നു, എന്നിട്ട് വണ്ടിയും കൊണ്ട് കടന്നു കളയും. ഇവരിതുപോലെ എത്ര കാർ കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയില്ല. അതെ ശിവ, ഇപ്പൊ ഞാൻ അവന്മാരെ മൊത്തം പ്ലാനും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അവന്മാര് കൂടുതൽ കളിക്കാൻ ശ്രമിച്ചാൽ ഞാനും കളി പഠിപ്പിക്കും. ശരി കുട്ടികളെ, നിങ്ങൾ ഏതായാലും വീട്ടിലേക്ക് പോയിക്കോളൂ. മുത്തശ്ശനും പോയിക്കോളൂ. കുട്ടിയുടെ തല്ല് പേടിച്ച് വന്നിരിക്കുന്നു. സാരമില്ല, നമുക്കാരോട് വഴക്കനും കയ്യം കളിക്കൊന്നും പോവണ്ട. എന്തായാലും നിങ്ങൾ പിടിക്കപ്പെടാത്തത് നന്നായി, അല്ലെങ്കിൽ എന്റെ പ്ലാന് മുഴുവനും വെള്ളത്തിലായേനെ. ആ സാവു, കാർ റെഡിയായിട്ടുണ്ട്. സാറേ, കഴിഞ്ഞ 3 പ്രാവശ്യം ഞാൻ കയറി ഓടിച്ചു നോക്കിയതാ. അതിന്റെ ക്ഷീണം തീർന്നിട്ടില്ല. സാറ് വേണമെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്ക്. ഞാനും പോകുന്നേ, പക്ഷേ അതിനു മുമ്പ് എന്റെ കാറ് ആകാശത്തുകൂടെ പരുന്തിനെ പോലെ ഇങ്ങനെ പറന്ന് 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 പോകും. ഓക്കേ, റെഡി, സ്റ്റഡി ആൻഡ് ഗോ. ഫ്ലൈയിങ് കാർ ഉണ്ടാക്കുന്ന പരീക്ഷണത്തിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. കണ്ടോടാ. യെസ്. വീണ്ടും എന്റെ നടുപൊടിയൊന്നാ തോന്നുന്നേ. പേടിക്കണ്ട സാബു, അതിൽ പാരച്യൂട്ടുണ്ട്. അതിൽ കൂടി നീ പുറത്തേക്ക് എടുത്ത് ചാടിക്കോ. സാബു, നിനക്ക് ജീവനുണ്ടോടാ? നീ ചത്തില്ലല്ലോ. ഇനി എന്നെ പോവാ പറയരുത് സാറേ. എന്റെ നടുവിന്റെ ബോൾട്ട് ഒടിഞ്ഞു പോയി. ഇനി അടുത്ത പ്രാവശ്യം പോയി കഴിഞ്ഞാ ഞാൻ കാണൂല എന്റെ പൊന്നേ. നീ പോയില്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പോകുന്നേ. ഞാൻ ആരെയും വിടാൻ പോകുന്നില്ല. എന്റെ ഈ പരീക്ഷണം ശരിക്കും ഒന്ന് വിജയിക്കണമെങ്കിൽ ഇതുപോലത്തെ ഫ്ലൈയിങ് കാർ വീണ്ടും വീണ്ടും പറപ്പിച്ചേ പറ്റൂ. ലോകം മുഴുവനും അറിയണം ഞാനും ഒരു മിടുക്കനായ സയന്റിസ്റ്റ് ആണെന്ന്. എന്റെ സ്വപ്നങ്ങളെ തകർക്കാനായിട്ട് ഇന്ന് വരെ ആരും ജനിച്ചിട്ടില്ല. നീ വേഗം ചെന്ന് കാർ മോഷ്ടിക്കേ. എന്റെ ഫ്ലൈയിങ് കാർ ശരിയാകുന്നത് വരെ വാഹനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടേ ഇരിക്കുക. എല്ലാ തവണയും പുതുപുത്തൻ കാറുകളാണ് എനിക്ക് വേണ്ടത്. ഓക്കെ ബോസ്. പക്ഷേ ആ കുട്ടിയെ വളരെ ശ്രദ്ധിക്കണം. ഒരു കുട്ടി കാരണം എന്റെ പ്ലാനുകളൊന്നും നശിച്ചു പോകാൻ പാടില്ല. നഗരത്തിൽ വണ്ടികളുടെ മോഷണം വർദ്ധിച്ചു വരികയാണ്. ഇതൊക്കെ ആരാണ് മോഷ്ടിക്കുന്നതെന്ന് വ്യക്തമല്ല. നമ്മുടെ ലഡ്ഡു സിംഗ് സാർ പൂർവാധിക ശക്തിയോടെ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. റാം, കണ്ണും ചെവിയും നല്ലോം തുറന്നു തന്നെ ഇരിക്കട്ടെ. ഒറ്റ തവണ അവന്മാര് കാറ് മോഷ്ടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കഥ തീർന്നു. ഐ, ഇതെന്ത് തമാശയാണ്? ഇതെന്താ എല്ലാരും വീടിന്റെ പുറത്ത് കിടന്നുറങ്ങുന്നത്? എന്താ കറണ്ട് പോയിരിക്കുകയാണോ? അതോ വീടിനകത്തുള്ള ഫാനൊക്കെ റിപ്പയർ ആയിരിക്കാണോ? ഐ, പറയൂ. കറണ്ടും പോയിട്ടില്ല, എന്റെ വീട്ടിലെ ഫാനും കേടായിട്ടില്ല. തലയിലെടുത്ത്. അല്ലാതെ ഞാൻ എന്ത് പറയാനാ സാറേ? ഈ കാറിന് വേണ്ടി കാവല് കിടക്കുക, മോഷ്ടിച്ചോണ്ട് പോവാതിരിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്. എന്ത്? കാറ് വീടിന്റെ അകത്തും നിങ്ങള് വീടിന്റെ പുറത്തും കിടക്കുക? വരൂ, ആ ഇൻസ്പെക്ടറുടെ ബൈക്ക് നമുക്കൊന്ന് പോക്കാം. അയാൾക്ക് എന്തിനാണോ ഈ ബൈക്കിന്റെ ആവശ്യം? വേറൊരു കാര്യം, നമ്മൾ കാറും പോയിക്കൊണ്ട് പോകുമ്പോ ഇയാൾ ബൈക്കിൽ പിന്നാലെ വരില്ല. ലഡ്ഡു സിംഗ് സാറേ, ഇതാ നിങ്ങളുടെ ബൈക്കിൽ കൊണ്ട് പോകുന്നു. വേഗം ചെന്ന് ബൈക്ക് മേടിക്ക്. എന്ത്? അതെ, ഒന്ന് നിന്നേ.
അത് പോലീസുകാരന്റെ വണ്ടിയാണ്. അത് എടോ, നിങ്ങൾ വണ്ടി മോഷ്ടിക്കാൻ നിർത്ത്. പാടില്ല. ഇനി ഒന്ന് കാണട്ടെ നിങ്ങൾ ഏതുവരെ പോകുമെന്ന്. വണ്ടി ഒന്ന് നിർത്ത്. കട്ടില് കൊണ്ടുപോകല്ലേ. ശിവ ഒന്ന് വേഗം കൊണ്ട് വന്നേ. വേദാസ് കോളനിയിൽ എന്റെ ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോയി. ഞാൻ അവരുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റിവ അത് യുടി. തന്നോടല്ല വണ്ടി നിർത്താൻ പറയുന്നത്. ഇത് നിയമത്തിന്റെ ഓർഡറാണ്. നിർത്ത്. കയറ് വിട്ടാ തനിക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഇതിന്റെ പുറകെ ഇങ്ങനെ വരാം. ശിവ, അവന്മാർ ആ വഴിക്ക് പോയിട്ടുണ്ട്. എന്റെ മോട്ടോർ ബൈക്കും കൊണ്ടുപോയി. ഓക്കെ ലഡു സിംഗ് സർ, എന്റെ പുറകെ വരാൻ നോക്കൂ. ശിവ എവിടെ അവന്മാര്? ഒന്ന് വേഗം പറ, ഒന്ന് വേഗം പറ. എനിക്ക് അവന്മാരെ എല്ല് പൊട്ടിക്കണം. എന്റെ എല്ല് തന്നെ ഇപ്പൊ ചതഞ്ഞിരിക്കാന്നാ എനിക്ക് തോന്നുന്നത്. ലഡു സിംഗ് സാറേ, അവര് കാട്ടിലേക്കാണ് പോയത്. ഈ സമയത്ത് അവിടേക്ക് പോകുന്നത് ശരിയല്ല. നമുക്ക് നാളെ രാവിലെ അവിടെ ചെന്ന് അന്വേഷിക്കാം. അവിടെ കള്ളന്മാരുടെ ഒരു വലിയ താവളമുണ്ട്. അവിടേക്ക് പോവാം. ആഹാ ശിവ, നീ മുന്നിൽ പോയിക്കോ, ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം. എന്റെ കാറിന്റെ പണി പൂർത്തിയായി. ഇത്തവണ ഒരു തെറ്റ് സംഭവിക്കില്ല. ആരാണ് പരീക്ഷിക്കാൻ പോകുന്നത്? സാബു, ഹരിയ, ജോക്കി, നീയാണോ? സാറ് എന്നെ പൊയ്ക്കോ. സാറിന്റെ കാറ് റെഡി ആയല്ലോ. ഇനി ഒരു പ്രശ്നവും ഉണ്ടാവൂല. ആരും തടയാനും വരില്ല. തടയാൻ പറ്റുന്ന ആളെ എത്തിക്കഴിഞ്ഞു അങ്കിൾ. സാറേ, ഇതാണ് ആ കുട്ടി. അവൻ കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് എടുത്തതാ. ചെമ്പു ടയർ. എടാ കുട്ടി, മര്യാദയ്ക്ക് വേഗം പോവാൻ നോക്കടാ, ഇല്ലെങ്കിലേ തൊട്ടിയെന്ന് വിചാരിക്കരുത് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. ഞാൻ കേട്ടതിൽ ഒരു വ്യത്യാസമില്ലല്ലേ ചെറുക്കന്. നിന്നെ എനിക്കൊന്ന് പരീക്ഷിക്കണം. വേഗം അവനെ പിടിക്കേ. വേണ്ട, എന്റെ ബൈക്കിന്റെ കളർ മാറ്റരുത്. അതെ, എന്തിനാ എന്റെ മീതങ്ങനെ പെയിന്റ് അടിക്കുന്ന? അങ്കിൾ അതിങ്ങോട്ട് തന്നെ, എനിക്ക് നന്നായിട്ട് പെയിന്റ് ചെയ്യാനൊക്കെ അറിയാം. നോക്കിയേ, ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് തല്ല് പിടിക്കേ. നിർത്തുന്നുണ്ടോ? ഇങ്ങനെ പെയിന്റ് അടിക്കല്ലേ. ഇതെന്താ, അന്ന് വല്ല ഹോളിയാണോ? ഐ, എല്ലാരും ഇതെങ്ങനെ കളർ അടിക്കാൻ?
എന്റെ അമ്മോ, ഈ ചെറുക്കനെ ജയിക്കാനേ ആവില്ലല്ലോ. ഇവനെന്താ ഇങ്ങനെ? ചിലപ്പോ ഞാൻ അവനെ പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റിയേക്കും. എങ്ങനെയെങ്കിലും എനിക്ക് എന്റെ ഫ്ലൈങ് കാറിനെ രക്ഷിച്ചേ പറ്റൂ. ഹലോ അങ്കിൾ. നീയോ? നിന്റെ സൈക്കിൾ പറക്കുന്നുണ്ടോ? നീയാണോ ഈ സൈക്കിൾ ഉണ്ടാക്കിയത്? എത്ര സമയം എടുത്തു? ഇത് എങ്ങനെ ഉണ്ടാക്കിയേ? എന്ത് ടെക്നോളജി ഉപയോഗിച്ചേ? ഞാൻ ഈ കാർ ഉണ്ടാക്കാൻ ഒരുപാട് വർഷങ്ങൾ എടുത്തു, അറിയോ? നിനക്കെത്ര വർഷമായി? ഈ വണ്ടി താഴെ ഇറക്കി പോലീസിൽ സറണ്ടർ ആവ്, എന്നിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഒരിക്കലുമില്ല. ഞാനൊരു മോഷ്ടാവൊന്നുമല്ല സറണ്ടർ ആവാനായിട്ട്. ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ഫ്ലൈയിങ് കാർ ഉണ്ടാക്കാനായിട്ട് എനിക്ക് കുറെ വണ്ടികളുടെ ആവശ്യമുണ്ടായിരുന്നു. എന്നെ ആരും സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മോഷ്ടിച്ചത്. അങ്കിൾ, മോഷ്ടിക്കുന്നത് മോഷണം തന്നെയാണ്. നിങ്ങൾ സ്വയം താഴെ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ താഴെ ഇറക്കും. ഓക്കെ, നിനക്കപ്പോ ഫൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശം. എന്നാ ശരി, ഒരു കുഴപ്പമില്ല. ലോകം മുഴുവൻ അറിയണം ഞാനും ഒരു മിടുക്കനായ സയന്റിസ്റ്റ് ആണെന്ന്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇല്ല, ഒന്നും ചെയ്യല്ലേ. ഞാൻ സറണ്ടറായി. ഞാൻ തോറ്റിരിക്കുന്നു. ഇപ്പൊ ലോകം മുഴുവനും അറിഞ്ഞിരിക്കുന്നു നീ വളരെ മിടുക്കനാണെന്ന്. ലഡു സിംഗ് സർ, പ്രൊഫസർ ചതുർവേദി ഒരു നല്ല സയന്റിസ്റ്റ് തന്നെയാണ്. ഒരു ഫ്ലൈയിങ് കാർ ഉണ്ടാക്കാനായിട്ട് ആരും തന്നെ പുള്ളിയെ സഹായിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹം കാറുകൾ മോഷ്ടിക്കാൻ തുടങ്ങിയത്. പ്ലീസ്, നിങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇദ്ദേഹത്തിന് ഗവൺമെന്റിന്റെ എല്ലാ സഹായം ഞാൻ വാങ്ങിക്കൊടുക്കാം. പക്ഷേ ശിവ, കാറുകൾ മോഷ്ടിച്ച കുറ്റത്തിന് ഇദ്ദേഹത്തിന് കുറച്ചു കാലം ജയിലിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ. എനിക്ക് ജയിലിൽ പോകാൻ താല്പര്യമുണ്ട്. കാരണം തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ ശിക്ഷ അനുഭവിച്ചല്ലേ മതിയാവൂ. താങ്ക് യു ശിവ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്റെ മോട്ടോർ ബൈക്ക് നിങ്ങൾ ഫ്ലൈയിങ് ബൈക്കായിട്ട് മാറ്റി തരണം. കാരണം ഇവിടുന്ന് 50 കിലോമീറ്റർ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കുകയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ മോട്ടോർ ബൈക്കിൽ പറന്നു പോയി അവനങ്ങ് പിടിക്കും.